ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ജോബിൻ ഷെയറിൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ടിക്ടോക്കിൻ്റെ ഒരു അപകടത്തെക്കുറിച്ചാണ്. അതായത് ടിക്ടോക്ക് എന്നൊരു ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് പോയപ്പോൾ നമ്മൾ ഇന്ത്യ ബാൻ ചെയ്തപ്പോൾ നിരവധി ആപ്ലിക്കേഷൻ മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ടുള്ള നിരവധി ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ആ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് കറക്റ്റ് ടിക്ടോക്ക് പോലെ ഈ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു റോപ്പോസൊക്കെ ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ മ്യൂസിക് നമുക്ക് നമ്മുടെ വീഡിയോ ആയിട്ട് എടുത്തിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഓരോ കുഴപ്പങ്ങൾക്ക് ഓരോ ആപ്ലിക്കേഷനും ഉണ്ട്. പക്ഷേ ഞാൻ പരിചയപ്പെടുന്ന ഈ ആപ്ലിക്കേഷൻ സിമ്പിളാണ്. കറക്റ്റ് ടിക്ടോക്ക് എങ്ങനെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. ഇഷ്ടംപോലെ ടിക്ടോക്കിലെ ഇഷ്ടംപോലെ പ്രമുഖരൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ നോർമലായിട്ട് എങ്ങനെയാണ് നമ്മൾ നേരത്തെ ടിക്ടോക്ക് യൂസ് ചെയ്തത് അതുപോലെ തന്നെ കറക്റ്റ് അതേ ഫ്യൂച്ചേഴ്സാണ് ഈ ആപ്ലിക്കേഷനുള്ളത്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് മോജ് എന്നാണ്. നിങ്ങൾ എങ്ങനെയാണോ ടിക്ടോക്ക് യൂസ് ചെയ്ത് അതുപോലെ തന്നെ യൂസ് ചെയ്യാം. ഒരു കുഴപ്പമില്ല, എല്ലാ ഫ്യൂച്ചേഴ്സ് ഇതിലുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഭാഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന യൂസ്ഫുൾ ആകുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുവാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് ആ ഓളിലൊന്ന് ക്ലിക്ക് ചെയ്യുക. മോജ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷന് 50 മില്യൺ മുകളിൽ ഡൗൺലോഡ്സ് ഉണ്ട്. അതായത് 5 കോടി മുകളിലാണ് ഇതിൻ്റെ യൂസേഴ്സ്. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കുവാണ്. ഇങ്ങനൊരു ഇൻ്റർഫേസിൽ ഓപ്പണായി വരും. ഇത് നമുക്ക് ഏത് ലാംഗ്വേജ്, നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ്. ഇവിടെ മലയാളം ഞാൻ സെലക്ട് ചെയ്യുവാണ്. കണ്ടല്ലോ, കറക്റ്റ് ടിക്ടോക്ക് അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നിരവധി ആപ്ലിക്കേഷൻ ഇതുപോലെ ഉണ്ടെങ്കിലും കറക്റ്റ് ഇത്രയും സാമ്യമുള്ള വേറെ ആപ്ലിക്കേഷൻ ഇല്ല. ഇനി നമുക്കിതിൽ ഒരു അക്കൗണ്ട് എടുക്കാം. ടിക്ടോക്കിൽ എങ്ങനെയാണോ നിങ്ങൾ അക്കൗണ്ട് എടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിലും. വലതുവശത്തായിട്ട് താഴെ കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ കൊടുക്കുമ്പോൾ നമുക്കൊരു OTP വരും. ഇത് നമ്മുടെ പേരെല്ലാം കൊടുക്കാം. അതിനുവേണ്ടി മോജ് യൂസർ എന്നായിരിക്കും വരുന്നത്. അത് മാറ്റിയിട്ട് നമ്മുടെ പേര് കൊടുക്കാം. ഇത് നമുക്ക് പ്രൊഫൈൽ പിക്ചർ കൊടുക്കാം. നമ്മുടെ ഗാലറിയിൽ നിന്നും നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഇനി ഇവിടെ ടിക്ക് കൊടുക്കാം. അക്കൗണ്ട് ഇവിടെ സെറ്റായി കഴിഞ്ഞു. നമുക്ക് ഈ വീഡിയോയുടെ മ്യൂസിക് എടുക്കണമെങ്കിൽ ടിക്ടോക്കിലുള്ള പോലെ തന്നെ താഴത്തെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയുടെ മ്യൂസിക് എടുത്തിട്ട് നമ്മുടെ വീഡിയോയിൽ ചേർക്കാൻ പറ്റും. മിക്ക ടിക്ടോക്കിന് പകരമായിട്ടുള്ള ആപ്ലിക്കേഷനും ഇങ്ങനത്തെ ഒരു സംവിധാനമില്ല. അപ്പോൾ ഇത് സെയിം ടിക്ടോക്ക് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ യൂസ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള യൂസ്ഫുൾ ആകുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് ആ ഓളിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.